നമസ്കാരം. താൻ കുഴിക്കുന്ന കുഴിയിൽ താൻ തന്നെ വീഴുക എന്നത് പഴയൊരു പ്രയോഗമാണ്. പറഞ്ഞു വരുന്നത് ബംഗ്ലാദേശിൻ്റെ ഭരണാധികാരി മുഹമ്മദ് യൂനുസിനെ കുറിച്ചാണ്. അദ്ദേഹം വലിയ ഓപ്റ്റിമിസ്റ്റ് ആയിരുന്നു. അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയ അദ്ദേഹം പ്രത്യേക ഘട്ടത്തിൽ ബംഗ്ലാദേശിൽ ഭരണമാറ്റത്തെ തുടർന്ന് ബംഗ്ലാദേശിലേക്ക് വരികയാണ്. ബംഗ്ലാദേശിൻ്റെ ഭാഗധേയം ഏറ്റെടുക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പദ്ധതിയുടെ വിജയം എന്ന് വേണമെങ്കിൽ പറയാം. ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ നിർലോഭമായ സഹകരണവുമുണ്ട്. ഷെയ്ഖ് ഹസീനയ്ക്ക് ശേഷം യൂനുസ് അധികാരത്തിൽ എത്തി. എല്ലാം ശരിയായി എന്ന് വിശ്വസിക്കുമ്പോഴാണ് ഭാരതവുമായ ബന്ധത്തിൽ ഉണ്ടാകുന്ന കല്ലുകടി. ഇന്ത്യൻ താല്പര്യങ്ങൾക്കെതിരെ നിരന്തരം പ്രവർത്തിക്കുന്ന പ്രത്യേകിച്ച് ഹൈന്ദവ ന്യൂനപക്ഷങ്ങളെ ബംഗ്ലാദേശിൽ വലിയ തോതിൽ ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു ഭരണകൂടം, അതിനൊത്താശ ചെയ്യുന്ന പക്ഷേ അവിടുത്തെ ചില പ്രത്യേക താല്പര്യങ്ങൾ, ഇതിനെല്ലാം ഒരു വലിയ വില ബംഗ്ലാദേശിന് കൊടുക്കേണ്ടി വരുമെന്ന് കുറെ കാലമായി കേൾക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഭാരതം ചാടിക്കേറി പ്രതികരിക്കുന്നില്ല? എന്തുകൊണ്ട് പെട്ടെന്നൊരു സൈനിക നീക്കമോ സാമ്പത്തിക ഉപരോധമോ സൃഷ്ടിച്ചുകൊണ്ട് ബംഗ്ലാദേശിനെ ഞെരുക്കാൻ ഇന്ത്യ തയ്യാറായില്ല? ഒരുപക്ഷെ ഇന്ത്യയുടെ വലതുപക്ഷ കേന്ദ്രങ്ങളിൽ നിന്ന് പോലും, ഒരുപക്ഷെ ഹൈന്ദവ കേന്ദ്രങ്ങളിൽ നിന്ന് പോലും ഇങ്ങനെ ഒരു ചോദ്യവും മുറവിളിയും ഉണ്ടായി. പക്ഷേ ഇന്ത്യ വാസ് അഡോപ്റ്റിംഗ് എ വെയിറ്റ് ആൻഡ് വാച്ച് പോളിസി. കാത്തിരുന്ന് കാണുക. ആ കാത്തിരുന്നത് ജനുവരി മാസം 20 ട്രംപ് അധികാരത്തിൽ വന്നപ്പോഴാണ്. അധികാരത്തിൽ ഏറിയതിനു ശേഷവും ബംഗ്ലാദേശിനെ കുറിച്ച് ഉടനടി കമാന്ന് രക്ഷ മിണ്ടിയില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം ഇതാ വരുന്നു ട്രംപിന്റെ സ്റ്റേറ്റ്മെന്റ്. ബംഗ്ലാദേശിനുള്ള എല്ലാ സാമ്പത്തിക സഹായവും ഉടനടി നിർത്തിവെക്കുകയാണ്, സസ്പെൻഡ് ചെയ്യുകയാണ്. തൽക്കാലത്തേക്ക് നിർത്തിവെക്കുന്നു എന്നേ അർത്ഥമുള്ളൂ. അതായത് ബംഗ്ലാദേശ് ഗവൺമെന്റ് അമേരിക്കൻ സഹായത്തോടു കൂടി നടത്തുന്ന നീക്കങ്ങൾ, അല്ല എങ്കിൽ അമേരിക്കൻ സേവനം, അമേരിക്കൻ പണം ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ചെറിയ തോതിലുള്ള ഈ സബ്സിഡി വിതരണം, അതുപോലെ സാമ്പത്തിക സഹായങ്ങൾ, അഭയാർത്ഥികളെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടി, പ്രത്യേകിച്ച് രോഹിംഗ്യ അഭയാർത്ഥികളെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ, ഇതിനെല്ലാമുള്ള പണമാണ് അമേരിക്ക നൽകിയിരുന്നത്. നമുക്കറിയാമല്ലോ, ബൈഡൻ അഡ്മിനിസ്ട്രേഷനുമായി നല്ല ബന്ധത്തിലായിരുന്നു ബംഗ്ലാദേശിന്റെ പുതിയ ഭരണകൂടം. ഒരുപക്ഷെ പുതിയ ഭരണകൂടം യൂനസിനെ കൊണ്ടുവന്നത് തന്നെ ബൈഡന്റെ അനുഗ്രഹാശിസ്സുകളോടുകൂടി തന്നെയാണ്. അതുമാത്രമല്ല, ബംഗ്ലാദേശിൽ ഭരണമാറ്റം ഉണ്ടാകാനുള്ള കാരണം തന്നെ ഒരുപക്ഷെ സെയിന്റ് മാർട്ടിൻ ഐലൻഡിന്റെ മേലുള്ള ഒരു അമേരിക്കയുടെ ഒരു കണ്ണ്, അത് അനുവദിച്ചു കൊടുക്കാൻ ഷെയ്ഖ് ഹസീന ഭരണകൂടം തയ്യാറാകാതിരുന്നത് കൊണ്ടാണ് ഹസീനയ്ക്ക് അധികാരം നഷ്ടപ്പെട്ടതും പുതിയൊരു ഭരണകൂടം അവിടെ വന്നതും. ഇതെല്ലാം പിന്നിൽ തന്നെ മുൻ അമേരിക്കൻ ഭരണകൂടത്തിന്റെ കരങ്ങളുള്ളതായി ഭാരതം സംശയിക്കുന്നു, എല്ലാവരും സംശയിച്ചു. അതൊട്ടൊക്കെ ശരിയാണ് താൻ. എന്നാൽ ട്രംപ് വരുമ്പോൾ കർശനമായ നിലപാടുകൾ ഉണ്ടാകും. ട്രംപിന്റെ തന്നെ തിരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് ഉള്ള പ്രഖ്യാപനം ഉണ്ടായിരുന്നു. ബംഗ്ലാദേശിൽ ഇപ്പോൾ നടക്കുന്നത് ന്യായമല്ല. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്രമണത്തിന് സർക്കാരിന്റെ ഒത്താശയുണ്ട്. ഞാനായിരുന്നു പ്രസിഡന്റെങ്കിൽ ഇത് സംഭവിക്കില്ല, അതുകൊണ്ട് ജാഗ്രത എന്ന് അധികാരം ഏറ്റെടുക്കുന്നതിന് മുൻപ് തന്നെ ട്രംപ് പറഞ്ഞതാണ്. ട്രംപിന്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ പറയുന്നതെല്ലാം പ്രവർത്തിക്കുക എന്നതാണ്. എന്നാൽ ലോകത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും തൻ്റെ കയ്യിൽ ഒറ്റമൂലിയുണ്ട്, പരിഹാരമുണ്ട് എന്ന ട്രംപിന്റെ ഒരു ചിന്ത, അത് ചിലരൊക്കെ ധിക്കാരമായും ധാർഷ്ട്യമായും അഹങ്കാരമായും എല്ലാം കരുതുന്നു. പക്ഷേ പലതും ചെയ്യുന്ന ഒരാൾ എന്ന നിലയിൽ ട്രംപിന്റെ നയങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്, ഒരു ചാരുതയുണ്ട്. നടക്കുമോ ഇല്ലയോ എന്നുള്ള രണ്ടാമത്തെ കാര്യം. പക്ഷേ പറഞ്ഞു വെച്ചിരിക്കുന്നു, ഇത് നടക്കുന്ന കാര്യമാണ്. അമേരിക്കയുടെ സാമ്പത്തിക സഹായം വളരെ വലിയ സഹായമാണ് ലഭിക്കുന്നത്. ഒരു വർഷം $200 മില്യൺ. അത് വലിയ തുകയൊന്നുമല്ല, പക്ഷെ $200 മില്യൺ എല്ലാ വർഷവും കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി അത്രയും തുക കൃത്യമായി ബംഗ്ലാദേശിൽ നൽകിയിരുന്നു. അതിന് പുറമെയാണ് മറ്റൊരു $200-250 മില്യൺ സ്പെസിഫിക് എയ്ഡുകളും. അത് പ്രത്യേകിച്ചും എപ്പോഴും വലിയ തോതിൽ കാറ്റടിക്കുന്ന സ്ഥലമാണ്, വെള്ളം കയറുന്ന സ്ഥലമാണ്. വെള്ളപ്പൊക്കം, കൊടുങ്കാറ്റ്, പേമാരി എന്നിവ മൂലം പ്രകൃതിക്ഷോഭത്താൽ നട്ടം തിരിയുന്ന ബംഗ്ലാദേശിന് അപ്പോൾ അഡീഷണൽ സഹായവും നൽകുന്നു. അപ്പൊ ചില വർഷങ്ങളിലൊക്കെ $1 ബില്യൺ സമാനമായ സഹായമാണ് ലഭിക്കുന്നത്. നേരിട്ടുള്ള സഹായമാണ്. ഇതൊന്നും ലോണല്ല, തിരിച്ചു കൊടുക്കേണ്ട കാര്യവുമല്ല. ഇതെല്ലാം എയ്ഡ് തന്നെയാണ്. അതിനേക്കാൾ പ്രധാനമാണ് ബംഗ്ലാദേശിൽ നിന്നും അമേരിക്കയിലേക്കുള്ള കയറ്റുമതി. ഒരു വർഷം
11.2 ബില്യൺ. അത് വലിയൊരു തുകയാണ്. അത്രയും ഡോളേഴ്സിന്റെ, അമേരിക്കൻ ഡോളേഴ്സിന്റെ കയറ്റുമതിയാണ് ബംഗ്ലാദേശിന്റെ വിദേശ നാണ്യ ശേഖരത്തിന്റെ സിംഹഭാഗവും. അതെന്ന് പറയുന്നത് 2-3 സെക്ടേഴ്സിലേക്കാണ്. ഒന്ന് ടെക്സ്റ്റൈൽ, ലോകത്തെ ഏറ്റവും വലിയ ടെക്സ്റ്റൈൽ കയറ്റുമതി രാജ്യമായി ഇപ്പോൾ രാജ്യങ്ങളുടെ ഗണത്തിൽ വരുന്ന രാജ്യമാണ് ബംഗ്ലാദേശ്. അവിടെ നല്ല തോതിൽ കോട്ടൺ, ചണം മുതലായ കാര്യങ്ങളെല്ലാം വളരുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് ടെക്സ്റ്റൈൽ, റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, അത് മില്ലുകളുണ്ട് അവിടെ. അവിടെ ടെക്സ്റ്റൈൽ ക്യാപിറ്റൽ ഗുഡ്സ് ഉണ്ട്, അവിടെ ടെക്സ്റ്റൈൽ മാനുഫാക്ചറിങ് യൂണിറ്റുകൾ. അവരൊക്കെ ബംഗ്ലാദേശിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഷർട്ടുകളാണ് പലപ്പോഴും ഇന്ത്യയിലെ വിപണികളിലും നമ്മൾ റീബ്രാൻഡ് ചെയ്ത് നമ്മളൊക്കെ ധരിക്കുന്നതും പലപ്പോഴും ബംഗ്ലാദേശി കോട്ടൺ ഉൽപ്പന്നങ്ങളാണ്. അതുകൊണ്ട് ബംഗ്ലാദേശിന്റെ ടെക്സ്റ്റൈൽ കയറ്റുമതിയുടെ ഏറ്റവും വലിയ പങ്ക് പോകുന്നത് അമേരിക്കയിലേക്കാണ്. അപ്പൊ അത് നിയന്ത്രിക്കപ്പെടുമെന്ന് മാത്രമല്ല, അതിന്മേൽ കഠിനമായ തീരുവ ചുമത്താൻ ഒരുങ്ങുകയാണ് ഡൊണാൾഡ് ട്രംപ്. ഒരുപക്ഷെ 100-200% വരെ തീരുവ ചുമത്തിയാൽ ബംഗ്ലാദേശിന് പിന്നെ കയറ്റുമതി ചെയ്യാനാവില്ല. ബംഗ്ലാദേശി ഗുഡ്സ് വളരെ ചെറിയ മാനുഫാക്ചറിങ് കോസ്റ്റ് മാത്രമാണ് ബംഗ്ലാദേശിൽ. നമുക്കറിയാമല്ലോ, ലേബർ ഈസ് വെരി വെരി ഇൻഎക്സ്പെൻസീവ് ഇൻ ബംഗ്ലാദേശ്. അതുപോലെയാണ് ബംഗ്ലാദേശിന്റെ മറ്റൊരു ധാന്യ ഉൽപാദനം. ഈ അരി, ഗോതമ്പ് മുതലായ കാര്യങ്ങളൊക്കെ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ ജലസേചനം ഉണ്ടാകണം. ആ ജലസേചന രംഗത്ത് വലിയ തോതിലാണ് ഇന്ത്യ സഹായിക്കുന്നത്. അതുമാത്രമല്ല, ഈ ധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ തീർച്ചയായും ഫെർട്ടിലൈസേഴ്സ് വേണം. അമേരിക്കയുടെ സഹായത്തിലാണ് ബംഗ്ലാദേശിലെ കർഷകർക്ക് ഫെർട്ടിലൈസർ അല്ലെങ്കിൽ കാർഷിക സബ്സിഡി നൽകുന്നത്. അതിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് 6 ലക്ഷത്തോളം ബംഗ്ലാദേശി വൻകിട കർഷകർ അതിന്റെ ബെനിഫിറ്റ് നേരിട്ട് അനുഭവിക്കുന്നു. അത് മറ്റൊരു സെഗ്മെന്റ് ആണ്. അത് മാത്രമല്ല, വിദ്യാഭ്യാസ രംഗത്ത് ബംഗ്ലാദേശിലെ ചെറിയ ഗവൺമെന്റ് സ്കൂളുകൾ, ഗവൺമെന്റ് ഹൈസ്കൂളുകൾ, ഹയർ സെക്കൻഡറി സ്കൂളുകൾ, ഇങ്ങനെയുള്ള കലാലയങ്ങളിലെ അധ്യാപകരുടെ ശമ്പളത്തിന്റെ ഒരു പരിധിയും ഈ അമേരിക്കൻ സഹായം എടുത്തുകൊണ്ടാണ്, പൂർണ്ണമായിട്ടല്ല എങ്കിലും അമേരിക്കൻ സഹായം കൊണ്ടാണ് നിലനിൽക്കുന്നത്. അതിന് പുറമെയാണ് ആരോഗ്യരംഗം, ഡോക്ടേഴ്സ്, പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ്, അവിടുത്തെ ജീവനക്കാർ, നഴ്സസ്, ഇവരുടെയൊക്കെ ശമ്പളം കൊടുക്കുന്നത് ബംഗ്ലാദേശ് സർക്കാരാണ് കൊടുക്കുന്നത്. എങ്കിൽ പോലും അതിന് പിന്നിലും അമേരിക്കയുടെ സഹായമുണ്ട്. ചെറുതെങ്കിലും അവഗണിക്കാനാവാത്ത ഒരു സഹായമുണ്ട്. അപ്പോൾ നോക്കൂ, കയറ്റുമതിയിൽ വരുന്ന വരുമാന നഷ്ടത്തിന് പുറമെ, നഷ്ടമെന്നല്ല, അത് കയറ്റുമതി നിരോധിക്കപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ വലിയ ടാരിഫ് ചുമത്തപ്പെടുകയാണെങ്കിൽ അത് പൂർണ്ണമായും ഇല്ലാതെയാകും. ബംഗ്ലാദേശിന് റീറൂട്ട് ചെയ്യേണ്ടി വരും. മറ്റൊരിടത്തേക്കും കയറ്റുമതി ചെയ്താൽ ഇത്രയും വലിയ വിദേശ നാണ്യം ലഭിക്കില്ല എന്നത് ഉറപ്പാണ്. അതുകൊണ്ട് ആരോഗ്യരംഗം, വിദ്യാഭ്യാസ രംഗം, കൃഷിരംഗം, ഇവിടെ എല്ലാം കൂടെ ചേർന്ന് ഒരു 10-20 ലക്ഷം പേർക്കാണ് ഉടനടി ജോലി നഷ്ടപ്പെടാൻ പോവുകയോ ഡിസ്പ്ലേസ്ഡ് ആവുകയോ ചെയ്യുന്നു. ബംഗ്ലാദേശിന്റെ മൊത്തം പോപ്പുലേഷന്റെ ഒരു ചെറിയ ശതമാനം വരുമെങ്കിലും ഈ വിഭാഗങ്ങളാണ് ബംഗ്ലാദേശിനെ പൊതുവെ താങ്ങി നിർത്തുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ബംഗ്ലാദേശിന് എങ്ങനെയാണ് മുന്നോട്ട് പോകാനാവുക? അപ്പൊ ഇതാണ് അമേരിക്ക പറയുന്നത് എന്താണ് പറഞ്ഞു വെക്കുന്നത്? അമേരിക്ക ശക്തമായി മാർക്കോ റൂബിയോ എന്ന അമേരിക്കയുടെ വിദേശകാര്യ സെക്രട്ടറി ബംഗ്ലാദേശ് അഡ്മിനിസ്ട്രേഷനോട് സംസാരിച്ചു കഴിഞ്ഞു. കുറച്ചൊക്കെ താക്കീതിന്റെ സ്വരത്തിൽ, നിങ്ങൾ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്രമണം നിർത്തിവെക്കുക, അവരുടെ ആരാധനാലയങ്ങൾ, ക്ഷേത്രങ്ങൾ പൊളിച്ചിട്ടുണ്ടെങ്കിൽ അത് പുനഃസ്ഥാപിക്കുക, അവരുടെ ഭൂമി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ റീപ്ലേസ് ചെയ്യുക, അവരെ പുനരധിവസിപ്പിക്കുക. വി ഡോണ്ട് വാണ്ട് എനി മോർ നോൺസെൻസ് ഇൻ ബംഗ്ലാദേശ്. പക്ഷെ അത് ട്രംപ് അധികാരം ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടും ഒരാഴ്ച കഴിഞ്ഞിട്ടും കാര്യമായ ഒന്നും തന്നെ മുഹമ്മദ് യൂനസ് സർക്കാർ ചെയ്തില്ല എന്നതുകൊണ്ട് എന്നാ പിന്നെ അനുഭവിച്ചോ എന്ന മട്ടിലാണ് ഇപ്പോൾ സഹായങ്ങൾ ടെമ്പററിയായി അമേരിക്ക നിർത്തിവെച്ചിരിക്കുന്നത്. ബംഗ്ലാദേശിന്റെ നടുവൊടിയുന്ന തീരുമാനമാണ് അത്. അതിനും പുറമെയാണ് മുഹമ്മദ് യൂനിസിന്റെ സ്വന്തം മകൾ അമേരിക്കയിലാണ്. അമേരിക്കയിൽ വർഷങ്ങളായി താമസിക്കുകയാണ്, വളരെ സുഖമായി താമസിക്കുകയായിരുന്നു. ബൈഡൻ അഡ്മിനിസ്ട്രേഷന്റെ പൂർണ്ണമായ പിന്തുണയും ആ താമസത്തിന് പിന്നിലുണ്ട്. മാത്രമല്ല, ഒബാമയുടെയും ക്ലിന്റന്റെയും ഒക്കെ ഒരു പാർട്ടിയാണല്ലോ ഡെമോക്രാറ്റിക് പാർട്ടി. ക്ലിന്റൺ ഫൗണ്ടേഷൻ എന്ന ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ഉണ്ട്. ആ ക്ലിന്റൺ ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങൾ പലപ്പോഴും ട്രംപ് കർശനമായി എതിർത്തിട്ടുള്ളതാണ്. അത് രാഷ്ട്രീയ പ്രേരിതമായി ട്രംപിന്റെ താല്പര്യങ്ങൾക്ക് എതിരായി കൂടി പ്രവർത്തിക്കുന്നു എന്ന ഒരു നറേറ്റീവാണ് ട്രംപ് കൊടുക്കുന്നത്, സത്യമുണ്ടെങ്കിലും ഇല്ല എങ്കിലും. പക്ഷേ ക്ലിന്റൺ ഫൗണ്ടേഷന്റെ, അത് ഹിലാരി ക്ലിന്റൺ ആണ് അതിന്റെ ചെയർപേഴ്സൺ, ഹിലാരി ക്ലിന്റന്റെ നേതൃത്വത്തിലുള്ള ക്ലിന്റൺ ഫൗണ്ടേഷന്
വേണ്ടി വലിയ തോതിലുള്ള സഹായമാണ് ഇദ്ദേഹത്തിന്റെ മകൾ മുഹമ്മദ് യൂനിസിന്റെ മകൾ മോനിക്ക യൂനിസ് നൽകിയത്. അപ്പോൾ ആ ഒരു $3 million സഹായം നൽകി. ആ പണം ഇവിടെ നിന്ന് വന്നു? അതേക്കുറിച്ച് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ്. പണത്തിന്റെ സോഴ്സ് ഇവിടെ നിന്ന്. അത് മാത്രമല്ല, ക്ലിന്റൺ ഫൗണ്ടേഷനിൽ നിന്നും പല സമയങ്ങളിലായി മോനിക്ക യൂനിസ് പണം കൈപ്പറ്റിയിട്ടുണ്ട് എന്ന ആരോപണം നിലനിൽക്കുന്നു. അതേക്കുറിച്ചും അന്വേഷണം നടക്കുകയാണ്. അങ്ങനെയെങ്കിൽ മോനിക്കയ്ക്ക് അമേരിക്കയിൽ ജീവിച്ചു പോകാനുള്ള സാഹചര്യം ബുദ്ധിമുട്ടായി വരും. അതുകൊണ്ട് പ്രതികാര നടപടികൾക്ക് കുപ്രസിദ്ധനാണ് ട്രംപ്. അപ്പൊ ട്രംപ് അന്ന് മുതൽ തന്നെ മുഹമ്മദ് യൂനിസിനെ നോട്ടപ്പുള്ളിയായി വെച്ചിരിക്കുകയാണ്. ബൈഡൻ അഡ്മിനിസ്ട്രേഷന്റെ വളരെ അടുത്ത ചങ്ങാതി കൂടിയായിരുന്നു മുഹമ്മദ് യൂനിസിനെ ബംഗ്ലാദേശിൽ കൊണ്ടുവന്നതിന്റെ പിന്നിൽ ബൈഡന്റെ വ്യക്തിപരമായ താല്പര്യങ്ങളും കൂടി ഉണ്ടായിരുന്നു. ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ താല്പര്യങ്ങളും ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ താല്പര്യങ്ങളും ബൈഡന്റെ വ്യക്തിപരമായ താല്പര്യങ്ങളും എല്ലാം കൺവേർജ് ചെയ്തപ്പോൾ ഇന്ത്യക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ഭരണകൂടം ബംഗ്ലാദേശിൽ ഉണ്ടായി. ഇന്ത്യ അനുകൂല ഭരണകൂടം അട്ടിമറിക്കപ്പെട്ടു. ഇന്ത്യയെ നഖശിഖാന്തം എതിർക്കുന്ന ഒരു അയൽ രാജ്യം അവിടെ സൃഷ്ടിക്കപ്പെടുകയാണ് ചെയ്തത്. ഉണ്ടായിരുന്ന അയൽ രാജ്യത്തെ ഭരണകൂടം പുതിയതായി സൃഷ്ടിക്കപ്പെട്ടു. അപ്പൊ ഇന്ത്യ കാത്തിരുന്ന നിമിഷം ഇതാ വന്നെത്തിയിരിക്കുന്നു. അതാണ് മാറ്റം. അതിനോടൊപ്പം തന്നെ ബംഗ്ലാദേശിന്, അപ്പൊ നമുക്കറിയാം, ചൈന വെറുതെ ഇരിക്കില്ല. അമേരിക്ക പിൻവാങ്ങുന്ന ഇടത്തേക്ക് അമേരിക്കയുടെ സഹായങ്ങൾ കുറയുന്നുവെങ്കിൽ 2 കൈയും നീട്ടി ബംഗ്ലാദേശിനെ സ്വീകരിക്കാൻ ചൈന തയ്യാറാകും. ഇനിയും ലോൺ കൊടുക്കാൻ, ഇനിയും സഹായങ്ങൾ എത്തിക്കാൻ ചൈന തയ്യാറാകും. പക്ഷെ അത് വാങ്ങാനുള്ള ആരോഗ്യം ബംഗ്ലാദേശിനുണ്ടോ? ചൈന വിൽ ഓൾവേസ് എക്സ്ട്രാക്ട് എ പൗണ്ട് ഓഫ് ഫ്ലെഷ് wherever, whenever, whoever it gives aid to. Always China extracted a pound of flesh. അങ്ങനെയാണ് വലിയ തോതിൽ ചൈന സഹായം നൽകുന്ന രാജ്യങ്ങൾ കടക്കണിയിലായത്. അങ്ങനെയാണ് പാകിസ്ഥാൻ, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളെല്ലാം ഉദാഹരണങ്ങളാണ്. ബംഗ്ലാദേശും അതേപോലെയാണോ നീങ്ങുന്നത്? മാത്രമല്ല, ഇനി അങ്ങനെ ചൈനീസ് സഹായം വേണ്ട എന്ന് പറഞ്ഞാൽ ചൈനയ്ക്കുമുണ്ട് വേറെ പദ്ധതികൾ. ഇപ്പോൾ കിഴക്കുള്ള മ്യാൻമാറിൽ അറാക്കൻ സൈന്യം, റഖൈൻ പ്രൊവിൻസിൽ അറാക്കൻ സൈന്യം അധികാരം പിടിച്ചെടുത്തു. ബംഗ്ലാദേശുമായി ചേർന്ന പ്രദേശങ്ങളാണ്. ബംഗ്ലാദേശിന്റെ ഗ്രാമങ്ങൾ ഉൾപ്പെടെ അറാക്കൻ സൈന്യം കണ്ണുവെച്ചിട്ടുണ്ട്. അറാക്കൻ ആർമിയുടെ ആക്രമണം ബംഗ്ലാദേശിന്റെ ചില യാനങ്ങൾ, കപ്പലുകൾ പിടിച്ചെടുക്കുന്ന ഘട്ടം മാത്രമല്ല സെയിന്റ് മാർട്ടിൻ ഐലൻഡിന്റെ നിയന്ത്രണവും അവർ കൈയെടുക്കുന്ന അവസ്ഥയിലാകുമ്പോൾ ബംഗ്ലാദേശിന്റെ കിഴക്കൻ മേഖല അസ്വസ്ഥമാകും. ചൈന വോണ്ട് മൈൻഡ് ഇറ്റ്. മ്യാൻമാറിൽ 5-6 ഗ്രൂപ്പുകളുണ്ട്. എല്ലാം മെർസനറീസ് ആണ്. ചിലതൊക്കെ ചില മിലിറ്ററി ഗ്രൂപ്പുകളാണ്. മിലിറ്ററി ജുൻറ്റ അവിടെ ഭരിക്കുന്നു. ഇവരോടെല്ലാം സമദൂരമാണ് ചൈനയ്ക്ക്. അപ്പൊ അറാക്കൻ ആർമി കയറി അങ്ങ് അടിക്കുന്നെങ്കിൽ അടിച്ചോട്ടെ എന്ന രീതിയിൽ ചൈനയും കൂടെ ചെന്നാൽ ഇന്ത്യ അനങ്ങതുമില്ല. അല്ലെങ്കിൽ ഇന്ത്യ അറാക്കൻ ആർമിയുമായി നല്ല ബന്ധത്തിൽ തന്നെയാണ്. അപ്പം ചൈനയുടെയും ഇന്ത്യയുടെയും എല്ലാം താല്പര്യങ്ങൾ അവിടെ കൺവേർജ് ചെയ്യുന്നു. അവിടെയും ബംഗ്ലാദേശ് ഒറ്റപ്പെടുകയാണ്. അപ്പം കിഴക്ക് ബംഗാൾ ഉൾക്കടലിൽ ബംഗ്ലാദേശ് പൂർണ്ണമായി നടുക്കടലിൽ ഒറ്റപ്പെടുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചു വെച്ചത് മുഹമ്മദ് യൂനിസാണ്. അതുകൊണ്ടാണ് പറയുന്നത് താൻ കുഴിച്ച കുഴിയിൽ താൻ വീഴുന്ന ഒരു അനുഭവം. ആ അനുഭവത്തിൽ നിന്നും കരകയറണമെങ്കിൽ ഇനി ബംഗ്ലാദേശിന് മുന്നിൽ ഒറ്റ വഴിയേ ഉള്ളൂ: ഇന്ത്യയുമായി സൗഹൃദം സ്ഥാപിക്കുക, ഇന്ത്യയുടെ താല്പര്യങ്ങൾ കുറേയൊക്കെയെങ്കിലും സംരക്ഷിച്ചു പോവുക. രക്ഷിക്കാൻ ഇന്ത്യ മാത്രമേ ഉണ്ടാകൂ. അതിന് നിർണായകമായ ഇടനില അല്ലെങ്കിൽ പോലും മുകളിൽ നിന്നുകൊണ്ടുള്ള നിയന്ത്രണം എന്ന രീതിയിൽ അമേരിക്കയുടെ നയങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഇന്ത്യ അനുകൂലമായ നയങ്ങളിലേക്ക് ഒന്നുകിൽ യൂനിസ് ഭരണകൂടം എത്തുക, അല്ലെങ്കിൽ യൂനിസ് ഭരണകൂടത്തെ അവിടുത്തെ ആളുകൾ തന്നെ പൊറുതുമുട്ടി അട്ടിമറിക്കുന്ന അന്തരീക്ഷം ഉണ്ടാകും. ബംഗ്ലാദേശ് ആർമിയുടെ ഭാഗത്ത് ഒരു അട്ടിമറി മണക്കുന്നുണ്ട്. അത് എപ്പോൾ സംഭവിക്കും എന്നതിൽ മാത്രമേ ആശയക്കുഴപ്പമുള്ളൂ. ഇന്നല്ലെങ്കിൽ നാളെ ബംഗ്ലാദേശിന്റെ ആഭ്യന്തര ധനകാര്യ സ്ഥിതി മോശമായാൽ അത് സംഭവിച്ചിരിക്കും. ഷെയ്ഖ് ഹസീനയുടെ കീഴിൽ നല്ല ഒന്നാന്തരമായി പെർഫോം ചെയ്തിരുന്ന ഇക്കോണമിയാണ് പെട്ടെന്ന് കൂപ്പ് കുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ബംഗ്ലാദേശിലെ ഭരണമാറ്റം സംഭവിക്കാം. ഈ ഭരണകൂടം തുടരുകയാണെങ്കിൽ ഇന്ത്യയെ അംഗീകരിച്ചുകൊണ്ട്, വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട്, ഹിന്ദു ന്യൂനപക്ഷങ്ങൾക്ക് എതിരെയുള്ള നടപടികൾ നിർത്തിവെച്ചുകൊണ്ട് സമാധാനം സ്ഥാപിക്കുക എന്നതല്ലാതെ ബംഗ്ലാദേശിന് മുമ്പിൽ ഒരു പോംവഴിയുമില്ല. എല്ലാത്തിൻ്റെയും കാരണഭൂതൻ മിസ്റ്റർ ഡൊണാൾഡ് ട്രംപ് എന്ന് കൃത്യമായി പറയാം.